Hi friends, എല്ലാവർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യൂജിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ ആണ് കാണിക്കുന്നത്. അതായത് ഞാൻ ഹെന്ന എല്ലാ മാസവും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെന്ന യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, മടിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഹെന്ന നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. തലയിൽ ഹെന്ന യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും സ്കാൽപ്പിന്റെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. ആ ഒരു രീതിയിൽ നമ്മൾ എഗ്ഗൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. തൈര്, അതുപോലെ തന്നെ ഓയിൽ, ഇങ്ങനെ പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെന്ന ഉണ്ടാക്കും. പക്ഷെ ഞാനിന്ന് ഉപയോഗിക്കുന്ന അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് കേട്ടോ. പിന്നെ മുടിക്ക് ബ്ലാക്ക് കളർ, അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാനായിട്ട് നമ്മൾ ഹെന്ന ഉപയോഗിക്കാറുണ്ട്. പല കാര്യങ്ങളും ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഒരുപാട് പേർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ വിഷമിക്കേണ്ട, ഇനി ശ്രമിക്കുക, അപ്പം നമ്മൾ കറക്റ്റിലേക്ക് എത്തും. നമ്മുടെ മുടിയുടെ പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കും ഹെന്നയുടെ ആ കളറൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെന്നയുടെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ ഇത് തന്നെയാണ് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോകളിൽ അപ്ഡേഷനായിട്ട് കാണിക്കുന്നത് പുതിയ ആൾക്കാർക്ക് അത് കണ്ടിട്ട് അതുപോലെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഇക്കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നത്, നമ്മുടെ ഹെന്ന പൊടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നൊരു ഡാർക്ക് ഷെയ്ഡ് വരുത്തിയതിന് ശേഷം നമ്മൾ ചൂടാക്കി ആ ഒരു രീതിയിൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്താൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടിയിലൊട്ടും എണ്ണമയം ഉണ്ടാവരുത് എന്നുള്ളതാണ്. എണ്ണമയം ഉണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഹെന്ന പിടിക്കത്തില്ല. അതുപോലെ കെമിക്കലായിട്ടുള്ള ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുടിയാണ് നമ്മുടേതെങ്കിൽ ഒരിക്കലും ആ ഹെന്നയുടെ കറക്റ്റ് കളർ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് വേഗം തന്നെ ഞാൻ എങ്ങനെയാണ് ഹെന്ന പ്രിപ്പയർ ചെയ്തത് എന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ നല്ല കടുപ്പത്തിൽ ചായ തയ്യാറാക്കിയിട്ടുണ്ട്. ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഹെന്ന യൂസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഇതല്ല, ഇതിപ്പോൾ ഗോദ്രേജിൻ്റെ പ്യുവർ ഹെന്ന പൗഡറാണ്. എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ ഹെയർ കെയർ എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്, മുടിയിലെ വൈറ്റ് ഹെയർ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആ ഒരു രീതിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ തൈരോ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 12 ഗ്രാമിൻ്റെ പാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ. അപ്പോൾ ഇതിന് 5 രൂപയേ ഉള്ളൂ. നമുക്ക് ഇത് സാമ്പിൾ പാക്ക് പോലുള്ള പാക്കായതുകൊണ്ടാണ്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് തേയില വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആണി ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പ് പാത്രത്തിലല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ആണി ഇട്ട് വെച്ചാൽ നല്ലതാണ്. പിന്നെ നമ്മളിത് നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള മുടിയുടെ ലെങ്തിന് ആവശ്യത്തിനനുസരിച്ച് വേണം ഹെന്ന എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ. നമ്മളിപ്പോൾ 1 സ്പൂൺ നീലയമരി പൗഡർ കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. നീലയമരി പൗഡറിൻ്റെ കളറ് ഒരു പച്ച കളറാണ്. അപ്പം ഞാൻ മുടിയൊക്കെ നന്നായിട്ട് ചീകിയിട്ടുണ്ട് കേട്ടോ, ചീകിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഹെന്ന അപ്ലൈ ചെയ്യാൻ പോവാണ്. മുടി ഭയങ്കരമായിട്ട് പറന്ന് കിടക്കുന്ന കാര്യം, ഞാൻ കുറച്ച് ദിവസമായിട്ട് മുടിയിൽ എണ്ണ വെക്കൽ കുറവായിരുന്നു. ഹെന്ന ഇടാനുള്ളത് കൊണ്ടേ അങ്ങനെ ചെയ്താലേ നമുക്ക് കൂടുതൽ കളറൊക്കെ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് മുടി ഭയങ്കര ഡ്രൈ ആയിട്ട് വല്ലാണ്ടിരിക്കുന്നു കേട്ടോ. ഞാനിത് മുടിയുടെ എല്ലാ ഭാഗത്തും കൂടിയിട്ടല്ല തേക്കുന്നത്. എൻ്റെ മുടിയിൽ എവിടെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് ആ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതേ രീതിയിൽ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വൈറ്റ് ഹെയർ ഉള്ളത് അങ്ങനെ യൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ് ആയിട്ടുള്ള, ഇനി ഫുള്ള് നരച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ ഫുള്ളായിട്ടും ചെയ്യാം കേട്ടോ. നമുക്ക് മൈലാഞ്ചി തന്നെ, മൈലാഞ്ചി ഇല വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അത് അരച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അവർ യൂസ് ചെയ്യണത് മൈലാഞ്ചി ഇല അരച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് പക്ഷെ മൈലാഞ്ചി ഇല കൊണ്ടുവന്ന് തരുകയും ചെയ്തായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പം എനിക്ക് തലയിൽ മൈലാഞ്ചി വെക്കാൻ പറ്റില്ലല്ലോ. ഏതൊക്കെ രീതിയിലാണ് ഹെന്ന യൂസ് ചെയ്യുന്നത്, ഏത് ഹെന്ന പാക്കാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹെന്ന ഇട്ടതിന് ശേഷം അന്നത്തെ ദിവസം ഓയിലൊന്നും അപ്ലൈ ചെയ്യാറില്ല. അതിനുശേഷം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഹെർബൽ പൗഡേഴ്സ് ഇട്ടിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർ കൂടി അത് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഹെന്നയുടെ കേസ് എന്ന് പറയുന്ന ഒരുപാട് പേര് പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മാക്സിമം മുടി നരയുള്ളവർ വൈറ്റ് ഹെയർ മറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പലരും ചോദിക്കാറുണ്ട് വേറെ എന്തെങ്കിലും റെമഡി ഉണ്ടോ നമുക്ക് പെർമനൻ്റ് ആയിട്ട് വൈറ്റ് ഹെയറിന് മാറ്റാനായിട്ട്. അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മളത് ഒരുപാട് പേരോട് അന്വേഷിച്ചതാണ്, ആയുർവേദ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചതാണ്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പം തന്നെ മാർക്കറ്റിൽ അതൊക്കെ വന്നേനെ. അപ്പം അങ്ങനെ നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ള വൈറ്റ് ഹെയറിനെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആക്കി ആ ഒരു രീതിയിൽ കൊണ്ടുവരാനേ നാച്ചുറലായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ടുള്ള ഹെയർ ഡൈ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് യൂസ് ചെയ്യുക. അല്ലാതെ ഹെന്ന ഇഷ്ടമുള്ളവർ ഹെന്ന യൂസ് ചെയ്യുക. അപ്പോൾ അതൊരിക്കലും ബ്ലാക്ക് ഹെയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറൊരു നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള നല്ല വൈറ്റുള്ള ആ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ ഹെയറുമായിട്ട് മാച്ചായിട്ട് ബോറായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ അത് മാസത്തിൽ ഒരിക്കലും യൂസ് ചെയ്ത ആളാണ് കേട്ടോ. അതിനുശേഷം കുറേ കഴിയുമ്പോൾ ആ കളർ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പോകും. ഇപ്പോൾ ഡൈ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഒരു കളർ മാറിപ്പോകും. നമ്മൾ സോപ്പോ അല്ലെങ്കിൽ കെമിക്കൽ ഷാമ്പോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അതിൻ്റെ ആ ഒരു റിസൾട്ട് നിൽക്കില്ല. അപ്പം അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കെയർ രീതികളായിരിക്കണം ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ ഹെന്ന നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഹെയറിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയാണ്, അല്ലാതെ മുടി നര പ്രശ്നങ്ങളൊന്നുമില്ല. അത് നരയ്ക്കാതിരിക്കാനൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ ഈ ഒരു നമ്മൾ ഹെന്ന പൗഡർ എടുക്കില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെല്ലിക്ക പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ കുറച്ച് നമുക്ക് തൈരൊക്കെ ചേർക്കാം. നല്ലൊരു ഹെയറിന് നല്ലൊരു മോയ്സ്ചറൈസർ, മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മുടി ഒട്ടും നരക്കാതെ ഫ്യൂച്ചറിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മുടി നര ഇല്ലാത്തവർ ഈ ഒരു രീതിയിൽ ഹെന്ന യൂസ് ചെയ്യണം മാസത്തിലൊരിക്കൽ. അത് നമ്മുടെ മുടിക്കുള്ള ഒരു നല്ലൊരു കെയറാണ്. ഞാൻ ഈ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്യും. ഇപ്പോൾ ക്ലോറിൻ വാട്ടറൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും. അതൊക്കെയാണ് മുടിക്ക് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത. സ്ഥിരമായിട്ട് അങ്ങനത്തെ വെള്ളം യൂസ് ചെയ്യുന്നവർ ഒരുപാട് കാര്യങ്ങൾ മുടി കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എടുത്ത് തരാം. ക്ലോറിൻ്റെ എഫക്റ്റ് ഒക്കെ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മുടി ഒഴിച്ചിൽ, അതുപോലെ തന്നെ താരൻ, അങ്ങനെ 100 പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അടുത്ത വീഡിയോ എന്ത് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.